ലൈവിനാവും. അപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നതൊരു കാര്യം പറഞ്ഞിട്ടാണ്. ചില ഈ അർജുൻ്റെ ഫാൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, അന്തം ഫാൻസ് കാര്യം ഒന്ന് പറയുന്നൊരു മെസ്സേജുണ്ട്. എന്താണ്, ജിൻഡോ മുടി പിടിച്ചിട്ടുണ്ട്, ഏതാ ഒരു ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാം, മറ്റതാണ് മറിച്ച്. ആ ചാനലിൽ പോയി ഞാൻ നോക്കി, ലോങ് ഷോട്ടിൽ മറ്റേ ദോ അവിടെ പോയി അതിൽ പിടിച്ചിട്ടുണ്ട്, ദോ എഴുതി വെച്ചേക്കുന്നു, ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്, ദോ ഇവിടെ പിടിച്ചിട്ട് അത് കൈ അതിലേ പോയി പിടിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇമ്മാതിരിയുള്ള അന്ത ഫാൻസ് വന്ന് എനിക്കിട്ട് കമൻ്റ് ഇടാൻ നിൽക്കരുത്. പിന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ബയോളജിയൊക്കെ പറയും. അത് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതാണ് ഒന്ന്. ഇനി അടുത്ത റിനോഷ്. കഴിഞ്ഞ പ്രാവശ്യം വാഴയെ കണക്കിരുന്ന് ഫൈനൽ വരെ പോയവനാണ്. അവൻ അസുഖം വന്ന കാരണമാണ് അവൻ പോയത്. അല്ലാന്നുണ്ടെങ്കിൽ അവൻ ഫൈനൽ 5-ൻ്റെ അകത്ത് വരെ കയറി പറ്റിയത്. അങ്ങനെ ഇരുന്ന ഒരുത്തൻ വന്നിട്ട് കൊണ അടിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി എന്താണ് പറയേണ്ടത്? പിന്നെ അവൻ ആരെ താങ്ങി? ഇപ്രാവശ്യത്തെ ഇതിൻ്റെ അകത്ത് തന്നെ അവനെ കൊണ്ടുവന്നാണ് പാട്ട് പാടിച്ചത്. പിന്നെ അവൻ വന്നിട്ട് മറ്റേ ഇതിലൊന്ന് അയ്യോ ഏഷ്യാനെറ്റ് അത് ചെയ്ത്, മറ്റേ ബിഗ് ബോസ് അത് ചെയ്ത്. അവന് തുടങ്ങിയപ്പോൾ തന്നെ അവൻ പറയുന്നത് എന്താണ്, മറ്റേ എൻ്റെ മോൾ ഷൈൻ ആണോ മറ്റേ ഏഷ്യാനെറ്റാണോ നടത്തുന്നത്? ഇതുപോലെ അറിഞ്ഞുകൊടുത്ത കൊഞ്ഞാളം പിന്നെ ബാക്കി എന്തറിയാനായിട്ടാണ്? ബാക്കി എന്താണ് അവൻ അറിയാവുന്നപ്പോഴേ? അതുപോലും അറിയത്തില്ല അവന്. ആ രണ്ട് ടീമും കൂടെ ചേർന്നാലേ ഒരു ഷോ ഉണ്ടാവത്തുള്ളൂ. ഷോ ഉണ്ടാക്കാൻ മറ്റവർ മതി, അവർ കാണിക്കാൻ വേണ്ടിയിട്ടൊരു മീഡിയ ആണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൻ്റെ അകത്തായാലും ഈ ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ മറ്റേ മണ്ടേ കയറി ഇരിക്കുന്നതും ഈ ഏഷ്യാനെറ്റിൻ്റെ മണ്ടേ ഇരിക്കുന്ന ഒരാൾ തന്നെ, മാധവൻ തന്നെ രണ്ടെണ്ണത്തിൻ്റെ മണ്ടയിലുള്ളത്. അപ്പോൾ പിന്നെ ഈ റിനോഷ് അണ്ണന് വേറെ ഇത് അറിഞ്ഞൂടെ ഇരിക്കും. പിന്നെ അവൻ്റെ ബാക്കിയുള്ളതിന് പിന്നെ അവൻ അവിടെ പോയി തോള് കൊണ്ട് ഇടിച്ചതല്ല, നമ്മളെ കണ്ട് തോള് കൊണ്ട് ഇടിച്ചതാണ്. അതാണ് അവർ കാണിച്ചത്. ഇനി 2-3 ഇടി ഇടിച്ചെന്നുണ്ടെങ്കിൽ ഓക്കെ, സമ്മതിക്കാം. ഇത് മറ്റേ അങ്ങനെ ഒരു ഇടിയെ ഇടിച്ചിട്ടുള്ളതാണ് പറയുന്നത്. പിന്നെ ജുനൈസ് അതിൻ്റെ അകത്ത് പോയിട്ട് കോംപ്രമൈസായി തിരിച്ചു വന്നു. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു വിടണമായിരുന്നെങ്കിൽ പറഞ്ഞു വിടണമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു വിടണ്ടെന്ന് ഇവരൊക്കെ കേട്ടാൽ തോന്നുന്നു നമ്മൾ അയ്യോ പറഞ്ഞു വിടല്ലേ, അഖിലിനെ പറഞ്ഞു വിടല്ലേ എന്നുള്ള. പിന്നെ റോബിൻ അതിന് പറയുന്നത്, ഞാൻ മറ്റേ എൻ്റെ ഇടിയും അവൻ്റെ ഇടിയും താരതമ്യപ്പെടുത്തി. എന്തിനാണ് താരതമ്യപ്പെടുത്തുന്നത്? റോബിൻ അത്രയും പോലും ഇടിച്ചിട്ടില്ലെന്നുള്ള നമുക്കറിയാം. ആ ഇടിയെ അപേക്ഷിച്ച് ഇപ്പം എന്താണ് ഈ മൂക്കട്ട എന്ന് വരുന്നുള്ളൂ, അവളെ ഒറിജിനൽ പേര് തന്നെ വരുന്നില്ല ദൈവമേ. അപ്പോൾ മൂക്കട്ട ജിൻഡോയെ അടിച്ച അടി വെച്ച് മറ്റേ റോബിൻ്റെയും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മൂക്കട്ടയെ പിടിച്ച് വെളിയിൽ കളയണം അല്ലേ? കാരണം മറ്റവൻ ജസ്റ്റ് ഇങ്ങനെ തള്ളിയാനാണ് അവനെ പുറത്താക്കിയത്. മൂക്കട്ട ഇരുന്നിട്ട് അടിക്കുകയാണ് അല്ലേ? ഇരുന്നിട്ട് അടിച്ചു കഴിഞ്ഞിട്ടും ജിൻഡോ ഓക്കെ കുഴപ്പമില്ല പറഞ്ഞു വിട്ട്. അത് കഴിഞ്ഞവിടെ, ആ കാര്യം കഴിഞ്ഞ്. നീ മുടിയെ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കുറേ എൻ്റെ പൊന്നു ഈ ഇപ്പിമുള്ളി മറ്റേ അന്തം അർജുൻ ഫാൻസുകാർ. ഓക്കെ, അർജുൻ ഫാൻസ് എന്നല്ല, അന്തം ഫാൻസ് ദയവ് ചെയ്ത് എനിക്ക് വന്ന് കമൻ്റ് ഇടാൻ നിൽക്കരുത്. എനിക്ക് ചില സമയത്ത് ഒരു കൺട്രോളും കാണത്തില്ല. പിന്നെ ഞാൻ അവൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ബയോളജിയൊക്കെ പറയും. ദയവ് ചെയ്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിർത്തരുത്, ഒരു സുഖവും കാണത്തില്ല പിന്നെ. ഓക്കെ, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിർത്തരുത്. പിന്നെ ഇനി എന്താണ്, പിന്നെ ഇന്നലെ വരെ പെങ്കൊച്ചില്ല, ആരും വന്ന് ഇതിന് പറഞ്ഞില്ല. ഇന്നൊരു പെണ്ണ് വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അഖിലിൽ മറ്റേ പറഞ്ഞതിന്. ആ പെണ്ണിന് ഇത് കണക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, അതെനിക്കൊരു പെങ്കൊച്ച് തന്നെ അയച്ചു തന്നെയാണ്. ഈ ഏഷ്യാനെറ്റിൽ തന്നെ ഒരു മെയിൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു പെങ്കൊച്ച് തന്നെ വന്നിട്ട് ഫോട്ടോ സഹിതം എനിക്ക് ഇട്ട് തന്നെയാണ്. അതായത് ആ പെങ്കൊച്ച് പങ്കെടുത്ത പ്രോഗ്രാമിൻ്റെ ഒരു ഫോട്ടോ, ആ ഫോട്ടോ സഹിതം ഇട്ട് തന്നിട്ട് പറഞ്ഞതാണ്, ചേട്ടാ എനിക്കവിടെ പോയപ്പോൾ ഇതേ കണക്കുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
എന്നുള്ളത് ആളുടെ പേര് സഹിതം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് അവിടെ അന്ന് അവളടുത്ത് ആ ഡയലോഗ് പറഞ്ഞ ആളുടെ പേര് സഹിതമാണ് പറഞ്ഞിട്ടുള്ളത്. അത് മൂപ്പൻസ് വ്ലോഗിൻ്റെ അകത്ത് ചിലപ്പോൾ മൂപ്പൻസ് ഇടും, എല്ലാവരും പോയി കാണണം കേട്ടോ. ഈ ഫോട്ടോ ഒക്കെ ബ്ലറാക്കും, പക്ഷെ നിങ്ങൾ കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അപ്പോൾ ഉണ്ടായിട്ടില്ലെന്ന് ആരും പറയണ്ട, ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് അവിടെ. പിന്നെ കുറേ മറ്റേ ഈ എന്താണ് അണലി പാമ്പൊക്കെ ചെവിയായിട്ട് വിടുമെന്ന് എനിക്ക് തോന്നുന്നു. പാമ്പൊക്കെ ചെവിയായിട്ട് അതേ കണക്കാണ് കുറേ അനലിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ അനലിസ്റ്റുകളൊക്കെ ദയവ് ചെയ്തിട്ട് ഈ പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കി പച്ച കളറിൽ പോസ്റ്റൊക്കെ ഉണ്ടാക്കി ഇടാൻ നേരത്ത് ആദ്യം കുണയൊക്കെ അറിയണം. ഈ കുണ മൊത്തം അറിഞ്ഞിട്ട് വേണം പോസ്റ്റ് ഉണ്ടാക്കി ഇടാനായിട്ട്. അഖിൽ പറഞ്ഞ ക്ലാരിറ്റി ഇല്ല, അഖിൽ പറഞ്ഞതിൽ ആ തെളിവില്ല. ഇന്ന് തെളിവ് കണ്ടപ്പോൾ അവൻ പോസ്റ്റ് മാറ്റി. എന്നിട്ട് ആ തെളിവൊക്കെ ഓരോ തെളിവുകൾ വന്നപ്പോൾ അവൻ പോസ്റ്റ് മാറ്റിയ ഇല്ല. അവൻ അടുത്ത് പറയും, കാരണം അവന് മറ്റവന്മാരെ കൊണാണ്ടർ തന്നെയാണ് ഇതിൻ്റെയും കൊണാണ്ടർ. ഇതെല്ലാം ഒരേ കൊണാണ്ടറിൽ തന്നെ. ഇതിൻ്റെ അകത്തൊന്നും മുഖം കാണത്തില്ല. അവന്മാർക്കൊക്കെ മുഖം ഉണ്ടാവും, നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടോ? അവനൊക്കെ ഒരുത്തനും മുഖം കാണത്തില്ല. ഏതെങ്കിലും ഒരുത്തന്നെ മുഖമുള്ള അനലിസ്റ്റുകൾ കണ്ടിട്ടുണ്ടോ അവിടെ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത്? ഒരു അനലിസ്റ്റുകൾക്ക് മുഖം കാണത്തില്ല, കാരണം ഇതൊക്കെ തന്നെ പെയ്ഡായിട്ടുള്ള അനലിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ മുഖം കാണത്തില്ല. അതുകൊണ്ട് അപ്പോൾ ഈ അനലിസ്റ്റുകൾക്ക് മറ്റവരെ വെളുപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അനലിസ്റ്റുകൾ അങ്ങനെ പല സാമാനങ്ങളും എഴുതിയിടും. അനലിസ്റ്റുകൾക്ക് ഇപ്പോൾ പോയിട്ട് എന്ത് അനലിസ്റ്റ് അവിടുത്തെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനലിസ്റ്റിന് മിണ്ടാത്തം കാണത്തില്ല. അപ്പോൾ അതേ കണക്കത്തുള്ള. അപ്പോൾ ആ കവികളൊക്കെ ദയവ് ചെയ്തിട്ട് ചില സമയത്ത് പ്രിയപ്പെട്ട ഈ കാണുന്ന ആൾക്കാർ ചില സമയത്തൊക്കെ തെറിയൊക്കെ വരും. അത് സ്വാഭാവികമാണ്. അത് മനുഷ്യന് വികാരപരമായി ഇതണക്കുള്ള ഇതൊക്കെ വരാതെ തെറി എനിക്കാണെങ്കിൽ പെട്ടെന്ന് വരും. അതുകൊണ്ട് ഈ പിന്നെന്താണ് ഈ മറ്റേ പെൺപിള്ളേരെയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അനലിസ്റ്റ് ഓക്കെ അതിൻ്റെ അനലിസ്റ്റുകളെല്ലാം എടുക്കുന്നത്. നമുക്കൊക്കെ സാധാരണ ഒരു പെങ്കൊച്ചിനെ ഇതണക്ക് ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്നത് ഒന്ന് അവനിട്ട് പൊട്ടിക്കണം, അല്ലെങ്കിൽ 2 തെറിയെങ്കിലും വിളിക്കണമെന്നാണ് അല്ലേ? നമ്മളെ കൊണ്ട് ചിലപ്പോൾ പൊട്ടിക്ക് അവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ 2 തെറിയെങ്കിലും വിളിച്ച് ആശ്വാസം കണ്ടെത്തുക അല്ലേ? അതെങ്കിലും വിളിക്കണ്ടേ? അല്ലാതെ മറ്റേ ആ ടൈമിൽ അനലിസ്റ്റും പിന്നെ മറ്റേ ബുദ്ധിജീവിയായിട്ടും പ്രതിമയായിട്ടും കയറിയിരിക്കാൻ പറ്റൂലല്ലോ. അത്രയേ ഉള്ളൂ. പിന്നെ ആരൊക്കെയാണ്? പിന്നെ എന്തായിരുന്നു ഇന്നത്തെ? പിന്നെ അവൻ്റെ പറഞ്ഞല്ലോ, റിനോഷിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഒരു സീസൺ മൊത്തം വാഴയായിട്ടിരുന്നവൻ എങ്ങനെ മറ്റേ ഫൈനലിൽ വരെ എത്തിപ്പെട്ടത്? ഒരു സീസൺ മൊത്തം അവൻ ആ ഒരു വെള്ളം കുപ്പിയും പിടിച്ച് ആ സോഫയിൽ പോയി ഇരിക്കുമായിരുന്നു. ടാസ്ക് ചെയ്യോ? അതും ചെയ്യൂല. ടാസ്കും ചെയ്യത്തില്ല, ഒരു കോപ്പും ചെയ്യത്തില്ല. ബിഗ് ബോസ് തന്നെ അവർ അനൗൺസ് ചെയ്തിട്ട് റിനോഷേ ടാസ്ക് എപ്പോൾ ടാസ്ക് ചെയ്തത്? മറ്റേ ഫൈനലിൽ മറ്റേ ടാസ്കുകളുണ്ടല്ലോ, കാറിൻ്റെ അകത്ത് വെറുതെ കയറിയിട്ട് കുത്തിയിരിക്കുക. അതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്ത്, കാരണം പണിയൊന്നും എടുക്കണ്ടല്ലോ, വെറുതെ കയറിയിട്ട് അതിൻ്റെ തിരുന്നാൽ മതിയല്ലോ. അങ്ങനെയൊക്കെയുള്ള അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടാസ്ക് അവൻ ചെയ്യാൻ പറ്റും. പണി എടുക്കണ്ട, കാരണം അവൻ പുറത്ത് സോഫയിൽ ഇരിക്കുന്നത് തന്നെ കാറിൻ്റെ അകത്ത് ഇരിക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള ടാസ്കൊക്കെ അവനെ കൊണ്ട് പറ്റും. പിന്നെ മറ്റൊരു കൂട്ടിൻ്റെ അകത്ത് ഇട്ടിട്ട് അതിൻ്റെ അകത്തൊക്കെ എന്താണ് ചെയ്തത്? മാറി നടന്നിട്ട് ഇങ്ങനെ നോക്കും അല്ലേ? പിന്നെ അവൻ്റെ കയ്യിൽ പിടിച്ച് അളിച്ചപ്പോഴത്തേക്ക് ഉടനെ തെറിയും വിളിച്ച്. ഇതൊക്കെയല്ലേ നടത്തിയതോ എങ്ങടാ? പിന്നെ മറ്റേ ഐസ് കട്ടയും എടുത്തുകൊണ്ട് പോയതിന് ഒരു ദിവസം മൊത്തം നടന്ന് തെറി വിളിക്കുകയായിരുന്നു. പിന്നെ മറ്റേ വിഷ്ണു ഒന്ന് കുരു പൊട്ടിച്ചപ്പോഴത്തേക്ക് മൈക്കും എടുത്ത് എറിഞ്ഞ് മറ്റേ കക്കൂസി പോയി കരഞ്ഞ്. ഇതല്ലായിരുന്ന റിനോഷ്. ഇതിൽ കൂടുതലൊന്നുമല്ല. ഈ അങ്ങനെയുള്ള ഒരുത്തൻ വാഴയായിട്ട് മാത്രം വെച്ചിരുന്ന ഒരുത്തൻ. അതുകൊണ്ടാണ് അവന് പകരമാണ് ഇപ്രാവശ്യം വാഴയ്ക്ക് വരെ അവിടെ വാഴകൾ 6ാമത്തെ സീസണിലെ വാഴകൾ കൊണ്ട് വെച്ചേക്കുന്നത്. അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണത്. കാരണം ഇത്രയും നാൾ വെച്ചിട്ടില്ലായിരുന്നല്ലേ, ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കുന്നതാണ്. എന്നിട്ട് അവനെ തന്നെ ഇപ്രാവശ്യം ഇതിനും വിളിച്ച് എന്താണ് ഈ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഇനാഗുറേഷൻ്റെ അന്ന് പാട്ട് പാടാൻ. പിന്നെ അവൻ്റെ പാട്ട് മറ്റേത് പ്രൊമോട്ടും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കല്ല് വയ്ക്കുന്ന കളിയിൽ ആദ്യമേ നോക്കിയിരിക്കുകയായിരുന്നു. അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് കൊടുത്ത്, മോനെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ മുട്ട വെച്ച് കഴിഞ്ഞാൽ വിരിയോന്ന് പറഞ്ഞു. അത് കാരണം പോയി ഇറങ്ങി കളിക്കാൻ പറഞ്ഞു. എന്നിട്ടും കളിച്ചില്ല.
അവൻ്റെ ഒന്നും പ്രായമുള്ളവർ വരെ ഇറങ്ങി ഗെയിം കളിച്ച്. അതാണ് അവനൊക്കെ ഒന്നും പിന്നെ പറയുന്നതിന് പിന്നെ എന്ത് പ്രതികരിക്കാനായിട്ടാണ് അവനൊക്കെ. പിന്നെ അവനാണ് മറ്റേ ഇവിടെ വന്നിരുന്നു ഇപ്പം മറ്റേ അവനൊന്നും അറിഞ്ഞുകൂടാ, ചോദിച്ചാൽ ഒന്നും അറിഞ്ഞൂടാ. അയ്യോ എനിക്കതറിയത്തില്ല, എനിക്കിതറിയത്തില്ല. മറ്റവർ രണ്ടുപേരും ചേർന്നാണ് നടത്തുന്നത്. രണ്ടുപേരും ചേർന്ന് നടത്തുമ്പോൾ ഷോ ആവത്തുള്ളൂ, മറ്റേതാവത്തുള്ളൂ, മറിച്ചതാവത്തുള്ളൂ. ആയിക്കോട്ടെ. ഇന്നലെ ഇതിൽ പങ്കെടുത്ത ഒരാൾക്ക് മറ്റേ എൻ്റെ മോൾ ഷൈൻ ഈവൻറ്റ് കമ്പനിയായിരുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ വിവരം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. പിന്നെ അത് മറ്റേ എന്തായിരുന്നു ഡിമ്പിളിന് പിന്നെ ആരെയും അറിയത്തില്ല. മണിക്കുട്ട എങ്ങനെ പുറത്തു പോയെന്നും അറിയത്തില്ല, മണിക്കുട്ട എങ്ങനെ തിരിച്ചോന്നും അറിയത്തില്ല, ഒന്നും ഡിമ്പിളിന് ഓർമ്മ കാണത്തില്ല. അത്ര നല്ല വ്യക്തിയായിരുന്നു. ഡിമ്പിളിനെ എങ്ങനെ താങ്ങി നിർത്തിയെന്നുള്ളത് ഡിമ്പിളിൻ്റെ അടുത്ത് ചോദിക്കണം. ഇനി ഡിമ്പിളിനെ എങ്ങനെയാണ് അവരവിടെ താങ്ങി നിർത്തിയിട്ടുള്ളതെന്നുള്ളത് ഡിമ്പിളിൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വരും. അതേ കണക്കാണ്. പിന്നെ ഇന്നിപ്പം ശോഭ ചേച്ചി മറ്റേ ഇന്ന് വന്ന ആ പെണ്ണിൻ്റെ വീഡിയോ ഒക്കെ വെച്ചിട്ട് ആ പേര് പറയണം. എന്തോന്ന് ശോഭയെ, നിങ്ങൾ പേര് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ശോഭ കുറച്ച് പേര് പറയേ. ശോഭയ്ക്ക് കുറേ പേര് പറയാൻ കാണുമല്ലോ, ആ പേരൊക്കെ ശോഭ പറയട്ടെ. പിന്നെ നാട്ടുകാരുടെ അടുത്ത് പേര് ചോദിക്കുന്നതിനെക്കാട്ടി ശോഭ ആദ്യം കുറേ പേര് ശോഭയുടെ കയ്യിൽ നിന്ന് വരട്ടെ. അതാണ് ആദ്യം വേണ്ടുന്നത്. ശോഭയ്ക്ക് പേര് വേണം, വേറെ കുറേ പേരൊക്കെ വേറെ വേണം. ഇന്നലെ വരെ മറ്റേ ഇവർ രണ്ടുപേരും പേര് മതിയായിരുന്നു. എന്താണ്, ഒരു പെണ്ണിൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ വരെയുള്ള. അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണ് പറഞ്ഞെങ്കിൽ ആ പെണ്ണ് വരണമെന്നായിരുന്നു. അങ്ങനെ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അടവ് മാറ്റി ഇപ്പോൾ അടുത്തതായി. ശോഭ ചേച്ചി ഇന്നലെ വേറെ കുറേ ഇതൊക്കെ ഇട്ടിരുന്നു. ചേട്ടൻ ഈ ഷോ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടും? എനിക്ക് ഭയങ്കര പ്രോഫിറ്റാണ്. എനിക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതിലങ്ങോട്ട് വന്നിരുന്നിട്ട് ഓരോ പ്രാവശ്യം റിവ്യൂ പറയാൻ നേരത്ത് ലക്ഷങ്ങൾ ഇങ്ങനെ എഴുതി തരും മറ്റേവരിങ്ങനെ. അതാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ലക്ഷങ്ങളിട്ട് ഏഷ്യാനെറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടാണല്ലോ ഞാൻ മറ്റേ ഇവരെ തന്നെ തെറി വിളിക്കേണ്ടി വന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവന്മാർ എൻ്റെ പൊന്നു അന്നാ എന്താണ് ആ ഒരു ഇതുണ്ടായിരുന്നില്ല, ഈ മൂക്കട്ടയുടെ ബ്ലോക്കച്ചൻ വിളിച്ചിട്ട് ഇൻബോക്സിൽ നല്ല പ്രോഫിറ്റ് ഇല്ല ഇൻബോക്സിൽ എൻ്റെ പൊന്നു ഇൻബോക്സിലൊന്നും വരത്തില്ല. ഇപ്പം ഇൻബോക്സിൽ വന്നവന്മാർക്കൊക്കെ മറ്റേ എൻ്റെ വക നല്ല എനിക്കങ്ങനെ ആണ് പെണ്ണ് വേർതിരിവൊന്നുമില്ല. ഞാൻ വിളിക്കാൻ നേരത്ത് നല്ല വൃത്തിക്ക് വിളിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ആണ് പെണ്ണ് തിരിവൊന്നും ഞാൻ വെക്കാറില്ല. നല്ല വൃത്തിക്ക് തന്നെ കൊടുക്കാറുമുണ്ട്. അതും മേടിച്ച് നല്ല സംതൃപ്തിയായിട്ട് പോകാറുമുണ്ട്. ചിലവന്മാരടുത്ത് ഞാൻ പറയും, മോനെ മെസ്സേജ് നിനക്ക് എന്തെങ്കിലും ഇടാനുണ്ടെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ പേജിൻ്റെ അകത്ത് ഇട്ടോ, ദയവ് ചെയ്തിട്ട് വന്നിട്ട് എനിക്ക് വന്നിട്ട് മെസ്സേജ് ഇട്ട് വെറുതെ സമയം കളയരുത്. കാരണം ഞാൻ എൻ്റെ അഭിപ്രായം എഴുതുന്നതിൻ്റെ അകത്ത് നീ പിന്നെ വന്നിട്ട് നിൻ്റെ ഇതേ കണക്കാണ്, ഓക്കെ ഞാൻ സമ്മതിച്ചു നിൻ്റെതാണത് എന്നൊക്കെ ചെയ്ത് ഞാൻ സമ്മതിച്ചു കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞു ഒരുത്തനടുത്ത് ഞാൻ പറഞ്ഞു, മെസ്സേജ് ഇടണ്ട, ഞാൻ മനസ്സിലായി നീ മറ്റേ അവൻ്റെ ഫാനായിരിക്കും, നീ ഇടണ്ട. പിന്നെ ഒരു അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു പ്രാവശ്യം അങ്ങനെയല്ലേ പറയാൻ പറ്റില്ല. 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു, 4ാമത്തെ പ്രാവശ്യം പിന്നെ ഞാൻ അവൻ്റെ അച്ഛനെ അമ്മയും അവൻ്റെ അപ്പൂപ്പനെ എല്ലാം സ്മരിക്കും. അത്രയേ ഉള്ളൂ. ഇൻബോക്സിൽ വരുന്ന എല്ലാവരെയും പരിഗണിക്കണം. ഇൻബോക്സിൽ വന്ന മിക്കാറുള്ളവരൊക്കെ പരിഗണിക്കാറുണ്ട്. ചിലപ്പം മറ്റേ റിക്വസ്റ്റിൽ പോയി കിടക്കുമായിരിക്കും, അപ്പോൾ അങ്ങനെ കാണത്തില്ലായിരിക്കും. ബ്രോ ജാസ്മിനെ നേരത്തെ അറിയാമോ? അയ്യോ നേരത്തെ തന്നെ അറിയാം. മറ്റേ ആ ക്രീമിൻ്റെ ഇഷ്യൂ തൊട്ടേ അറിയാം. പിന്നെ അവരുടെ കിക്ക് സംഘടനയുടെ ഇത് തൊട്ട് ഇവരെ എല്ലാത്തിനെയും അറിയാം. കിക്ക് സംഘടനയുടെ മറ്റേ മല്ലു ട്രാവലറുടെ പെണ്ണുപിടി മുതൽ എല്ലാത്തിനും നല്ല വൃത്തിയായിട്ട് അറിയാം. അത് ഒതുക്കി തീർക്കാൻ നോക്കിയ സായി അണ്ണനെ മുതൽ പ്രസിഡൻറ്റിനെ വരെ, പ്രസിഡൻറ്റിനും സായി അണ്ണനും വരെ എന്നെ നല്ലോണം അറിയാം. ഇപ്പം മനസ്സിലായില്ലേ? നല്ലോണം അവരേക്ക് അറിയാമെന്നുള്ളത്. ബ്ലോക്ക് തന്ത നിന്നെ വിളിച്ചോ? ഒരു പ്രാവശ്യം വിളിക്കത്തുള്ളായിരുന്നു, പിന്നെ വിളിക്കേണ്ടി വരത്തില്ലായിരുന്നു അങ്ങേര്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ബ്ലോക്ക് തന്ത അന്നൊരു കോള് വിളിച്ചായിരുന്നല്ലോ. കോള് മറ്റേ വിളിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ അവസാനം ബിഗ് ബോസ് അതിൻ്റെ അകത്ത് പറഞ്ഞു അത് മറ്റേ എന്തോ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു, മറ്റേ ഒരു ന്യായീകരണം പറഞ്ഞല്ലോ. അന്ന് എനിക്ക് കലി കയറിയിട്ട് ഞാൻ
നല്ല തെറി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ബിഗ് ബോസിന് ഏഷ്യാനെറ്റുകാരെയൊക്കെ എന്നെ വിളിച്ചത്. പിന്നെ അതിന് ശേഷം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് തന്നെ അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, അതാണ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ മനസ്സിലായില്ല എങ്ങനെയാണ് പ്രതികരണം എന്നുള്ള മാനുഷിക പരിഗണന. ഞാനും നല്ല മാനുഷികമായിട്ട് പരിഗണിച്ചതാണ് അവരെന്ന്. നേരിട്ടറിയാമോ ജാസ്മിനെ? എൻ്റെ പൊന്നു, ഇമ്മാതിരി വൃത്തികെട്ട സാധനത്തിന് നേരിട്ടെന്നല്ല, ആ ഒരു കുറച്ചൊരു 10 കിലോമീറ്റർ അകലെ പോലും കാണരുതെന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, കാരണം അവളെ ഇപ്പം അതിൻ്റെ ആ വീട്ടിൻ്റെ അകത്ത് ചിലരൊക്കെ കെട്ടിപ്പിടിക്കുക ചെയ്യുമ്പോൾ എനിക്ക് അറപ്പ് തോന്നാറുണ്ട്. സത്യം പറയാമല്ലേ, എനിക്ക് അറപ്പ് തോന്നാം. ഈ കുളിക്കാത്ത സാധനത്തിന് കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അറപ്പ് തോന്നാറുണ്ട്. അത്രയ്ക്കാണ്. ബിഗ് ബോസ് ലൈവിനെ പറ്റി ഇപ്പോൾ പുറത്തായ മറ്റേ അഭിഷേക് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്, കണ്ടാ? അവരവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനും മറ്റേ അഭിഷേകം കൂടെ സംസാരിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. അതൊന്നും കാണിച്ചിട്ടില്ല. ചാനൽ ഫുള്ള് മറ്റേ എന്താണ്, ചാനൽ ഫുള്ള് മറ്റേ ജബ്രികളാണെന്ന്. അത് തന്നെയാണ്, ചാനൽ ഫുള്ള് ജബ്രികൾ തന്നെയാണ്. കാരണം യവന്മാർക്ക് വേറൊരു സ്ഥലം കാണിക്കാതെ ഇവരെ തന്നെ കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ബാക്കിയുള്ള ഇന്നലെ രാത്രിയത്തെ ലൈവ് തന്നെ നോക്ക്. അപ്പുറത്തെ സൈഡിലെല്ലാം പ്ലാനിങ് നടക്കുകയാണ്. പല സ്ഥലത്തായിട്ടിരുന്ന് പ്ലാനിങ് കാണിക്കുന്നത്. ഇവിടെ ഡെൻ റൂമിൻ്റെ അകത്ത് ഉറങ്ങുന്ന ജാസ്മിൻ്റെ വായിക്കകത്തോട്ട് ക്യാമറ അല്ലേ? ഇതിങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. എന്തിനു കാണിക്കുന്നു? അപ്പുറത്തെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, അതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ നേരത്ത് മറ്റവരുടെ വായിക്കകത്തോട്ട് വെച്ചേക്കുന്നു. എന്തിന് കൊണ്ടുവന്നാന്തോ? 2 ആഴ്ചത്തേക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ്. 2 ആഴ്ചത്തേക്ക് കൊണ്ടുവന്ന തന്നെ എന്തിന് കൊണ്ടുവന്നെന്നാണ് ചോദ്യം. ബ്രോ, എങ്ങനെ ഇവരെ എല്ലാം അറിയാം? ഇവരെ അറിയാൻ വേണ്ടിയിട്ട് ഇവർ മറ്റേ ശൂന്യാകാശത്തൊന്നും അല്ലല്ലോ ബ്രോ, ഈ നാട്ടിൽ തന്നെ ഉള്ളതല്ലേ. അപ്പോൾ അറിയാൻ വലിയ പാടൊന്നുമില്ല. ബി ബി റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ഓൺലൈൻ കാണുന്ന ആൾക്കാർ, അതായത് ഹോട്ട്സ്റ്റാറിൽ കാണുന്ന ആൾക്കാരുടെ എണ്ണം നല്ല വൃത്തിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം ഇന്നത്തെ ടാസ്കിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ മറ്റേ എപ്പിസോഡിൻ്റെ അകത്ത് കാണിക്കത്തുള്ളൂ. ദിസ് വീക്ക് ആര് എവിക്റ്റ് ആകുന്ന ചാൻസ്, എവിക്റ്റ് ആകാൻ ഡിസർവിങ് ആരാണെന്ന് തോന്നുന്നു. ഈ വീക്ക് പേഴ്സണലി എവിക്റ്റ് ആവാൻ താല്പര്യം ഗബ്രിയാണ്. കാരണം ഏത് പോളിങ്, ഇത്രയും ആൾക്കാരുടെ പോൾ എടുത്ത് നോക്കിക്കോ, എല്ലാ സ്ഥലത്തും ഗബ്രിയാണ് ഏറ്റവും ബാക്കിലുള്ള ആൾ അല്ലേ? ഏറ്റവും ബാക്കിൽ കിടക്കുന്ന ആൾ ഗബ്രിയാണ്. ആ പോളിലുള്ളവർ തന്നെയാണ് കുറേ പേര് അതിനകത്ത് വോട്ട് ചെയ്യുന്നത്. അവരെന്തായാലും മാറ്റി കുത്തത്തോ ഇല്ല, ഇതേ ചെയ്യത്തുള്ളൂ. എല്ലാ പോളിൻ്റെ അകത്തും ഗബ്രി ബാക്കിൽ. ആ ഗബ്രിയെ വീണ്ടും അവർ നിലനിർത്തുമെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് തരില്ല. കാരണം എല്ലാ സമയത്തും ഗബ്രി വരുന്ന മിക്കാറുള്ള ടൈമിലല്ലേ അവർ ഇത് മാറ്റി വയ്ക്കുക. നിങ്ങളുടെ സ്റ്റോറി കണ്ട് അപ്ഡേഷൻ അറിയുന്നു എന്നല്ലാതെ. ബ്രോ, സ്റ്റോറി എല്ലാം ഓക്കെ, ബട്ട് ലാംഗ്വേജ് കുറച്ച് ശ്രദ്ധിക്കണം. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിക്വസ്റ്റൊക്കെ പാലിക്കാറുണ്ട് ബ്രോ. പക്ഷെ ചിലവരുടെയൊക്കെ മറ്റേ ഇതങ്ങോട്ട് കാണാൻ നേരത്തെ മറ്റേ ചൊറിഞ്ഞങ്ങോട്ട് വരും, അത്രയേ ഉള്ളൂ. ഓക്കെ. ബിഗ് ബോസ് മല്ലു ടോക്സിൽ ഗബ്രി ആൻഡ് ഋഷി ആർ സോ ക്ലോസ് 2% ഡിഫറൻസ് ഉള്ളു. ഗബ്രി തന്നെയാണ് ലാസ്റ്റ്. അതെ, ഗബ്രി തന്നെയാണ് ലാസ്റ്റ്. അഖിൽ മാരാറിൻ്റെ ലൈവ് കണ്ട്, എല്ലാ ലൈവും കണ്ട്. ഇന്നത്തെ ലൈവും കണ്ട്. ഇന്നല്ലേ ലൈവ് വന്ന ലാസ്റ്റ്? അതെ, ഇന്നത്തെ ലൈവും കണ്ട്. നാദിരയുടെ ലൈവും കണ്ട്. നാദിര ലൈവല്ല, നാദിരയുടെ ഇന്നലത്തെ കൊടുത്ത ബൈറ്റ് അതും കണ്ട്. ഇതൊക്കെ കാണാറുണ്ട്. നാദിറയ്ക്കൊക്കെ മറ്റേ നാദിറയ്ക്ക് തെളിവ് വേണമായിരുന്നു. നാദിറയ്ക്ക് തെളിവ് കിട്ടിയില്ലേ?
ആ റിനോഷിൻ്റെ ലൈവ് കണ്ട് ഞാൻ കാര്യം പറഞ്ഞു. നിങ്ങൾ ഒരാളെ ഫോബിയ അടക്കാൻ എന്താണ് നിങ്ങളൊരാളെ ഫോബിയ അടക്കാൻ എടുത്ത് കളിയാക്കി ബാറ്റയ്ക്കുള്ളതൊരു ലിക്കൽ ഡിസോർഡർ ആണ്. എന്നിട്ട് നിങ്ങൾ സായിനെ പൂമ്പാറ്റ എന്ന് വിളിക്കുന്ന വളരെ മോശം. അത് ശരി, അവന് പൂമ്പാറ്റയെ പേടിയാണെന്ന് ഞാൻ പൂമ്പാറ്റയെന്ന് വിളിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഇതിപ്പോൾ ഞാൻ മറ്റേ അവൻ തന്നെ അവനെ അരിയണ്ണാന്നാണ് വിളിക്കുന്നത്. അവൻ എനിക്ക് പിന്നെ പൂമ്പാറ്റയെന്ന് വിളിച്ചുവിടുവാനാ. അവൻ അതുകൊണ്ടാണ് അരി മേടിക്കുന്ന മറ്റേ യൂട്യൂബിലാണ് അരി കിട്ടുന്ന മറ്റേതാണ് മറിച്ചാണെന്ന് പറയുന്ന അവന് ഒരു കുഴപ്പമില്ലാത്ത അവന് മറ്റേ നാട്ടുകാരെ മൊത്തം ഊക്കുന്ന അവന് നമ്മൾ പൂമ്പാറ്റയെന്ന് വിളിക്കുമ്പോഴത്തേക്ക് വിഷമമാണെങ്കിൽ അവൻ വിഷമിക്കട്ടെ, അത്രയേ ഉള്ളൂ. അവൻ മറ്റേ നാട്ടുകാരെ എടുത്തിട്ട് അലക്കി മറ്റേ ഇതാക്കി നടക്ക് നമ്മളാരെ അടുത്താക്കിയിട്ടില്ലല്ലേ, അപ്പോൾ കുഴപ്പമില്ല. കാരണം അവൻ മറ്റേ 2 സ്ഥലവും നോക്കാതെയൊക്കെ ഇഷ്ടംപോലെ പ്രതികരണം നടത്തി. ആ പ്രതികരണത്തിൻ്റെ കരച്ചിൽ വേണമെങ്കിൽ ഞാൻ ഇനി ഇവിടെ ഇടേണ്ടി വരും. ഇനി അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടുതരാം വീണ്ടും. അതും കൂടെ നിൽക്കുന്നവരുടെ കാല് വാരുന്നവനാണ് അവൻ. അതായത് ഈ ഷോയ്ക്ക് പോണ മുന്നേ ഉള്ള ഒരു വോയിസാണ്. ഓക്കെ, ഈ ഷോയിൽ പോകുന്ന മുന്നേ ഉള്ള ഒരു വോയിസ്. കൂടെ നിൽക്കുന്നവനെ കാല് വാരി അടിക്കുന്ന അവനെ ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ഇതല്ല വിളിക്കാനുള്ളത്, വേറെയാണ് വിളിക്കാനുള്ളവനെ. ഇതിൽ ഞാൻ പൂമ്പാറ്റിൽ നിർത്തുന്നു. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഇട്ടുതരാം കേട്ടോ, ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ടുതരാം നിങ്ങൾക്ക് മറ്റേ ഇവൻ്റെ വോയിസ് ആണെന്ന് ഇനി സംശയമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടുതരാം. അതായത് കുറേ പേരൊക്കെ സ്ട്രൈക്ക് കിട്ടി, ഒരുമിച്ച് സ്ട്രൈക്ക് കിട്ടിയവരുണ്ടായിരുന്നു യൂട്യൂബിൻ്റെ അകത്ത്, സിജോ ഉൾപ്പെടെ ഉള്ളവരൊക്കെ. അപ്പോഴത്തേക്ക് യവൻ വന്ന് പറഞ്ഞതാണ്, എൻ്റെ സ്ട്രൈക്ക് മാറ്റി തന്നാൽ മതി, ബാക്കിയുള്ളവരുടെ ചാനലിൽ പോകണമെങ്കിൽ പോട്ടെന്ന്. അതാണ് കിക്കിൻ്റെ സെക്രട്ടറി. കിക്ക് എന്താണ്? കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി. അതിൻ്റെ സെക്രട്ടറി വന്നിട്ട് പറയുന്നതാണ്, ബാക്കിയുള്ളവരുടെ ചാനലിൽ പോവുകയാണെങ്കിൽ പൊക്കോട്ട്, എൻ്റേത് മാത്രം ഒന്ന് സേഫാക്കി തന്നാൽ മതിയെന്ന്. അങ്ങനെയുള്ള അവനെ പിന്നെ ഞാൻ പൂമ്പാറ്റയെന്നാണോ വിളിക്കാനുള്ളത്, വേറെ ഏതെങ്കിലും ബാറ്റയാണോ വിളിക്കാനുള്ളത് എന്നുള്ളതെന്ന് പറഞ്ഞു തന്നാൽ മതി. സായി പിന്നെ അതിൻ്റെ അകത്ത് പോയിട്ട് സായി എണ്ണ ഇപ്പം എന്താണ് പ്ലീസിങ് കളിയല്ലേ കളിക്കുന്നത്? സായി എണ്ണ വേറെ എന്തെങ്കിലും കളി കളിക്കുന്നുണ്ട്? അതിൻ്റെ അകത്ത് പോയിട്ട് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞത് സിറ്റുവേഷൻ ഷിപ്പാണെന്നാണ്. അവൾക്ക് സിറ്റുവേഷൻ ഷിപ്പാണെങ്കിലും ഉണ്ട്. യവൻ ഇന്ന് മറ്റേ ഓരോ ടാസ്കിൻ്റെ അകത്ത് ചെയ്ത ടാസ്കല്ല, ശരണ്യ ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ എന്താണ് മറ്റേ ഇവക്ക് എന്താണ് ശ്രീധുവിന്. അപ്പോഴത്തേക്ക് അകത്ത് നിന്ന് ശരി അവക്ക് നമുക്ക് ശിക്ഷ കൊടുക്കാൻ ബോർഡിൽ ശിക്ഷ എഴുതി. ഇവിടെ വന്നിട്ട് ശിക്ഷ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും പല സ്ഥലത്തുനിന്ന് പല അഭിപ്രായമായി. അപ്പോൾ അരിയണ്ണ മാറി ഉടനെ മറുകണ്ടം ചാടി. അവസാനം അരിയണ്ണ പറഞ്ഞ് ഒരു സല്യൂട്ട് മാത്രം അടിച്ചാൽ മതി, ശിക്ഷ അത് ബാക്കിയേക്കാം. മനസ്സിലായി? അത് അത്രയേ ഉള്ളു, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളു. അരിയണ്ണ എന്ന് വെച്ചാൽ പ്ലീസിങ്. അരിയണ്ണ ഇവിടെ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പം അരിയണ്ണ പറഞ്ഞിട്ടായിരിക്കും അത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ നിന്നുള്ള ഇതെല്ലാം ഊക്കെല്ലാം മറ്റവരെല്ലാം മാറ്റിയിടുന്നു. മറ്റടുത്ത് വന്നിട്ട് പറയും, അല്ല ഞാനല്ല കേട്ടോ, അവർ ചെയ്ത് ശരിയായില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയും, അല്ല മറ്റവർ ചെയ്ത് ശരിയായില്ല കേട്ടോ, ഞാൻ അത് പറയാം അങ്ങനെയല്ല എന്ന് പറയും. എല്ലാ സ്ഥലത്തും പ്ലീസ് ചെയ്ത് നിൽക്കുന്നു. ഇന്നത്തെ ടാസ്ക് ഉള്ളായിരുന്നു. ഇന്നത്തെ ടാസ്ക് പ്രത്യേകിച്ച് ജിൻഡോ ഇന്നലെ പറഞ്ഞ് കളിക്കുമെന്ന് പറഞ്ഞ കളി തന്നെയാണ് ഇന്ന് കളിച്ചത്. കാരണം ആദ്യമേ ജാസ്മിനെ അങ്ങ് ഔട്ടാക്കുക, അതായിരുന്നു ഇന്നലെ ജിൻഡോ പറഞ്ഞത്. ജിൻഡോ അതുകൊണ്ട് തന്നെയാണ് കളിക്കാതെ നിന്നത്. അത്രയുള്ള ജിൻഡോ ഇനി അടുത്ത കളികളെല്ലാം അവരത് തന്നെ കളിക്കും. അവരെങ്ങനെ കളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടീമിനെ ഔട്ടാക്കും, കാരണം പോയിൻ്റ് കിട്ടത്തില്ല. അതിനുശേഷം അടുത്തത് ഡെന്നിനെ ഔട്ടാക്കും. അതിനുശേഷം മറ്റേതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ടീമേ വരത്തുള്ളൂ. പ്രത്യേകിച്ച് ടണൽ ടീമിനെ തന്നെ കൊണ്ടുവരാൻ അവർ നോക്കും. ഇതാണ് അവരുടെ കളി. അല്ലെന്നുണ്ടെങ്കിൽ ആ ടണൽ ടീമിൽ നിന്ന് അല്ലെങ്കിൽ പവർ ടീമിൽ നിന്ന്, ഈ 2 ടീമിൻ്റെ അകത്തുനിന്ന് മാത്രമേ ക്യാപ്റ്റൻ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയായിരിക്കും അവരുടെ കളിയുള്ളത്. കോൽക്കളി നജീബ് വന്ന സ്റ്റോറി നോക്കിയിട്ട് കോൽക്കളി നജീബിന് ഒരു കുന്തവും പറയണ്ട. നജീബ് അതും വെച്ചിട്ട് ഓടുന്നതല്ലാതെ നജീബിനറിയാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നജീബിന് ബാക്കി എന്താണ് മേടിക്കുന്നത് എന്നുള്ളത്.
നജീബ് അവിടെ വന്നിട്ട് നജീബിൻ്റെ ഒരു ഫാൻ പേജിൻ്റെ ഇതാണെന്ന് എനിക്ക് ഭയങ്കര ഇതായത്. എന്താണ് നാദിറ ചേച്ചി ഫാൻസ് പേജ്. എടാ എങ്ങനെയാടാ ചേച്ചിയായത് അതൊക്കെ? ഏത് വകയിൽ ചേച്ചിയായത്? സാരി ഉടുത്താൽ ചേച്ചിയാവുമോ? എന്തെങ്കിലും സാധനം വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ചേച്ചിയാവുമോ? അത് ഏത് വകയിലാണ് ചേച്ചിയായത് അതൊക്കെ? എങ്കിൽ പിന്നെ മറ്റേ ദിലീപ് മറ്റേ സിനിമയ്ക്കകത്ത് എല്ലാ സാധനം വെച്ച് കെട്ടി പെണ്ണായിട്ട് അഭിനയിച്ചപ്പോൾ നീയൊക്കെ ദിലീപ് ഊരി പുറത്തിറങ്ങാത്ത ചേച്ചിയെന്ന് ഇടുമോ? ദിലീപ് ചേച്ചി ഫാൻസ് അസോസിയേഷനാണോ? അങ്ങനെ കുറേ എണ്ണം അത്രയേ ഉള്ളു. അതിപ്പം നജീബ് അത് വെച്ച് കെട്ടിക്കിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നജീബ് അത്രയും നജീബ് അത് തന്നെയാണ്. പിന്നെ ആ നജീബ് ഇതൊക്കെ കൊണ്ട് വെച്ച് കെട്ടുകെട്ട് ഇതേ കണക്ക് ഇറങ്ങുന്ന എന്തിനാണ്? ഇതുണ്ടെങ്കിൽ ഇറങ്ങുന്ന വേറെ സ്ത്രീകൾക്ക് തന്നെയാണ് അവന്മാർ ഉള്ള കുഴിയെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ല വേറെ ഒന്നുമില്ല. എത്ര ഇതിൽ നിന്നാണ് ഈ ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞതിനെ കട്ട് ചെയ്തേക്കുന്നത്? എത്ര സ്പോർട്സിൽ നിന്ന് കട്ട് ചെയ്ത്? സംശയമുള്ളവർ വേണമെങ്കിൽ യൂട്യൂബ് എടുത്ത് വെച്ച് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഈ സ്ത്രീകളുടെ അവകാശങ്ങൾ തട്ടിപ്പറിക്കാൻ ഉണ്ടാക്കിയ കുറേ പുരുഷന്മാർ ചേർന്നുണ്ടാക്കിയ ഒരു സാമാനമാണ് ട്രാൻസ് വുമൺ. എന്നെ സംബന്ധിച്ച് അത്രയേ ഉള്ളു, മനസ്സിലായോ? അല്ലാതെ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്ത് യൗമാർക്ക് പോകാൻ പറ്റാത്ത കാരണം, അല്ലെങ്കിൽ പുരുഷന്മാരോടെ കൂടെ മത്സരിച്ച് എത്താൻ പറ്റത്തില്ല എന്ന് തോന്നുന്നടുത്ത് കുറേ വാഴകൾ സ്ത്രീകളായിട്ട് മാറും. എന്നിട്ട് സ്ത്രീകളുടെ അവകാശങ്ങൾ കട്ടെടുക്കും. അതിന് സ്ത്രീകൾ കൂട്ടുനിൽക്കും. എന്നിട്ട് പറയും എംപവർമെൻറ്റ്, പുരോഗമനമല്ല, നീയൊക്കെ ബാക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റിയാസിൻ്റെ യൂട്യൂബ് ചാനൽ, റിയാസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ബാക്കിയുള്ള എല്ലാവരും ഭയങ്കര ടോക്സിസിറ്റിയാണ്. അവ അതിൻ്റെ അകത്തിരുന്നുകൊണ്ട് ജിൻഡോയെ വിളിക്കുന്നത് എണ്ടി, പൊട്ടൻ, മണ്ടൻ, പിന്നെ 15 വയസ്സിലെ പിള്ളേരുള്ള എല്ലാം തെണ്ടികളും നാറികളും, ഇതൊക്കെ പറയുന്ന അവൻ മാന്യേ. അതൊരു പ്രത്യേകതരം മാന്യനാണ് അവൻ. അവൻ നാട്ടുകാരെ മൊത്തം വിളിക്കുന്നത് എണ്ടി, മറ്റേ നാറി, മണ്ടൻ, ബാക്കി എല്ലാം വിളിക്കും. എന്നിട്ട് അവനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അപ്പം കരച്ചിൽ തുടങ്ങും അവൻ. എന്തേ മറ്റേ പ്രോഗ്രാമിന് വിളിച്ചിട്ട് എന്തേ പോവാതിരുന്ന എന്തോ അല്ലേ മറ്റേ റിയാസ് സലീം, യഥാർത്ഥമായിട്ട് റിയാസ് എന്നാണ്, റിയാസ് അങ്ങനെയാണ് അവൻ്റെ പേര് യഥാർത്ഥമായിട്ട്, മനസ്സിലായില്ലേ? റിയാസ്, അത് കറക്റ്റാണ്. ഇപ്പം 5 kg അത് മേക്കപ്പൊക്കെ ഇട്ടോട്ട്, മേക്കപ്പൊക്കെ അവൻ ഇടാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ, അതൊക്കെ അവൻ്റെ ഇഷ്ടം. പക്ഷേ ഫുൾ ആൾക്കാരെ വന്ന് ഇതാക്കിയിട്ട് അവസാനം പറയും അയ്യോ അവൻ മാന്യൻ. അവൻ എന്ത് മാന്യൻ? അവനാണ് മറ്റേ അവൻ്റെ ചാനലിൻ്റെ അകത്ത് നോക്ക്, എടുത്തു വെച്ചിട്ട് എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് ആൾക്കാരെ പറയുന്നത്. അതിൻ്റെ കൂടെ കുറേ വാണങ്ങൾ എടുത്തിട്ട് കക്ക ചിരിക്കാനായിട്ട്, എന്തിരിക്കാനായിട്ട്, അങ്ങനെ കുറേ എണ്ണം. ഇന്ന് രാത്രി ഇനി പ്രേതങ്ങളാണ്. സഹിക്കാൻ പറ്റത്തില്ല. മിക്കവാറും ആ ഒരു നാടക നടിയുടെ അഭിനയം കാരണം തന്നെ ചില സമയത്ത് ലൈവ് കാണാൻ നേരത്ത് ലാപ്ടോപ്പ് അടിച്ച് പൊട്ടിക്കാൻ തോന്നാറുണ്ട്. പിന്നെ എൻ്റെ ലാപ്ടോപ്പ് എന്നുള്ള പരിഗണന വെച്ച് പറ്റത്തില്ലല്ലോ. നാടക നടി സൈക്കബിളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പല ആൾക്കാരോടും ചോദിച്ചിട്ട് എങ്ങനെയാണ് കാണുന്നത്? അവരും പറഞ്ഞല്ല ചേട്ടാ ഇത് കാണാൻ ഭയങ്കര പാടാണ് ഈ നാടക നടിയുടെ അഭിനയം. നാടക നടിയെ മനസ്സിലായി കാണുമല്ലേ? മറ്റേ എന്താണ് ഒരു പേരെന്താണ്, ശ്രീരേഖ. അൺസഹിക്കബിൾ. ഈ വർത്തമാനം പറയുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ട് അവർക്ക് അവാർഡ് കിട്ടാനുള്ളതാണ്. എനിക്ക് ആ വർത്തമാനം പറയുന്നത് കേട്ടപ്പോൾ തന്നെ തോന്നുന്നു മറ്റേ അവാർഡ് കിട്ടാനുള്ളതാണെന്നുള്ളത്. നമ്മൾ വിളിച്ചാൽ ടോക്സിക്, അവർ വിളിച്ചാൽ ഫെമിനിസം. അത് ശരിയാണ്. ശ്രീരേഖ ഓവറൊന്നും പറഞ്ഞാൽ പോരാ, എക്സ്ട്രീം ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പം എക്സ്ട്രീം ലെവലിൽ നിന്നോണ്ടാണ് ശ്രീരേഖ ഇപ്പം നമ്മളെ
ക്ഷമ ഇളക്കുന്നത്. പിന്നെ ശ്രീരേഖയ്ക്ക് വേറൊരു കാര്യമുണ്ട്, ഈ പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ ഈ സാധനം വരത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇതാണ് വേറെ മൂഡിലാണ്. യഥാർത്ഥമായിട്ട് ഈ ജിൻഡോ അല്ല ഇത് മാറുന്നത്. യഥാർത്ഥമായിട്ട് ഈ ശ്രീരേഖ അങ്ങനെയുള്ള ടീമൊക്കെയാണ് കറക്റ്റായിട്ട് സ്വിച്ച് ആവുന്നത്, ഈ സ്വഭാവം സ്വിച്ച് ആവുന്നത്. ജിൻഡോ ഭയങ്കര എവിഡൻ്റായിട്ട് കാണിക്കുക, അവർ അതിൻ്റെ അകത്തുള്ളവർക്ക് മനസ്സിലാവുന്നിരിക്കും, നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ നോറയ്ക്ക് മനസ്സിലായി. നോറയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ നോറ വേറൊരു ഇത് ചിന്തിച്ച് കരയും. ശരണ്യെ പറ്റി രണ്ടു വാക്ക്. എൻ്റെ പൊന്നു, ഈ പേഴ്സണൽ ഗ്രഡ്ജില്ലെന്ന് പറയുന്നത് ശരണ്യക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ശ്രീതു മറ്റേ ആ ഫുഡിൻ്റെ ടൈമിൽ ഇവരാരും പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ എടുത്തിട്ടൊന്ന് അലക്കി. അതിൻ്റെ ഇത് വെച്ചുകൊണ്ടാണ് ഇന്ന് ശ്രീതുവിനെ പണിഷ്മെൻറ്റ് കൊടുക്കാനായിട്ട് വന്നത്. പേഴ്സണൽ ഗ്രഡ്ജ് ഒട്ടുമേ ഇല്ലാത്ത ആൾ. എന്താ ഇത്! ആ ഒരു സംഭവത്തിന് അത് എന്ത് ശിക്ഷ, വലിയ ശിക്ഷ, ഭയങ്കര ശിക്ഷയാണ് കൊടുക്കാനും വന്നത്. പേഴ്സണൽ ഗ്രഡ്ജ് ഒട്ടുമേ ഇല്ലാത്ത ശരണ്യ, വല്ലാത്ത സാധനം. ശരണ്യക്ക് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ആയെന്ന് ശരണ്യക്കൊക്കെ ഒരു തോന്നലുണ്ട്. ഒരു തോന്നലും ഇല്ലാത്ത ഒരൊറ്റ ആളേ ഉള്ളൂ, അത് മറ്റേ സായിയാണ്. അതിലവനെ സമ്മതിക്കണം. കാരണം അവന് തന്നെ എവിടെ നിൽക്കണമെന്ന് അറിയാൻ വയ്യ. അതാണ് ഇതാണ് മറ്റേതാണോ മറിച്ചതാണോ ഇതുവരെ അവന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പിന്നെ നന്ദനെ വെച്ച് ഗെയിം കളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നന്ദന അപ്പുറത്തുനിന്ന് കേൾക്കും, എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് മറ്റേ അബിയുടെയും കേൾക്കും, എന്നിട്ട് അവൾ പോയിട്ട് അവൾക്ക് തോന്നുന്ന ചെയ്യും. അതാണ് ഇന്നത്തെ കളിയിൽ കണ്ടത്. യവന്മാരുടെ ഗെയിം അനുസരിച്ച് ആദ്യം നെസ്റ്റിനെ പുറത്താക്കണമെന്നായിരുന്നു. ആദ്യമേ പോയിട്ട് ഡെന്നിനെ പുറത്താക്കി. അതെ, നന്ദനെയാണ് അവിടെ ഗെയിം മാറ്റി കളഞ്ഞത്. അല്ലെങ്കിൽ മറ്റൊരു ഒരു പോയിന്റ് കിട്ടത്തില്ലായിരുന്നു. യവന്മാരെ പ്ലാൻ അനുസരിച്ച് ഒരു പോയിൻറ്റും പോലും കിട്ടാതെയായിരുന്നു കളിക്കാനുള്ള അവിടെ ഈ നെസ്റ്റിന്. ഇപ്പം നെസ്റ്റിന് 1 പോയിൻ്റായി. നാളെ ഇനി അവർ ഏതെങ്കിലും ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് 4 പോയിൻ്റ് ആവും. 3 പോയിൻ്റ് വെച്ചാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 4 പോയിൻ്റ് ആവും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് നിൽക്കുന്ന ടീം ഏറ്റവും